ദിവസം മണത്ത് നോക്കിയിട്ട് അതും കയ്യിലും വെച്ച് നടക്കുന്ന ഒരു അമ്മക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി. കാരണം എനിക്ക് ആ അമ്മക്ക് ആരുമില്ല. ദിയ ഫാത്തിമ എന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടു കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണല്ലേ നമ്മളിൽ പലരും. അങ്ങനെ എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് ആളുകൾ ഇതിനെ എതിർക്കുന്ന ആളുകളുമുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളുമുണ്ട്. അങ്ങനെ പറയുന്നവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മൈൻഡ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അവരത്രയും മനസ്സാക്ഷിയില്ലാത്ത ആളുകളാണ് എന്ന് തന്നെ വേണം പറയാൻ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു തരിയെങ്കിലും മനസ്സാക്ഷിയുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും ഇതിന് എതിരായിട്ട് നമ്മൾ പറയില്ല. കാരണം ഒരു ഉമ്മയുടെ വേദന മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല അല്ലേ. 8 വർഷത്തിലധികമായിട്ട് ആ ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു ഉമ്മക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നീതി കിട്ടണം എന്ന് വേണ്ടി ആഗ്രഹിച്ചിട്ട് ഇതിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു കഷ്ടപ്പാടിന് മൊത്തം അതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുകൾ, അത് അവരുടെ ആ ഒരു മൈൻഡിൻ്റെ ഒരു ചിന്താഗതിയുടെ പ്രശ്നം തന്നെയാണ്, അല്ലെങ്കിൽ അവർ മനസ്സിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിൽ ഒരിക്കലും കുറച്ചെങ്കിലും ഒരു നന്മയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ആളുകൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയിൽ ഒരിക്കലും നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ആരെങ്ങനെയെങ്കിലും സഹായിച്ചിട്ട് ആ ഒരു കുഞ്ഞിനെ കിട്ടണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുള്ളൂ. പോലീസ് അന്വേഷിക്കേണ്ടവർക്ക് പോലീസ് അന്വേഷിച്ചോട്ടെ. ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വഴി ആർക്കെങ്കിലും ഒരു ചെറിയെങ്കിലും ക്ലൂ ആർക്കെങ്കിലും തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴിയാകുമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നല്ലതാണ്. കാരണം അതിനെ ഒരിക്കലും നെഗറ്റീവ് നമ്മൾ പറയാൻ നിൽക്കരുത്. അപ്പം അങ്ങനെ പറയുന്നവരുടെ മൈൻഡ് എന്ന് പറയുന്നത് അത്രയും മോശമായിരിക്കും. അതുപോലെ തന്നെ ദിയ ഫാത്തിമ എന്ന പേര് ഇപ്പോൾ നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ജുനൈദ്. ആ ഒരു പേരും കൂടി ദിയ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും അതിനോടൊപ്പം നമ്മൾ പറയുന്ന ഒരു പേരാണല്ലേ ജുനൈദ്. അദ്ദേഹത്തെ അറിയുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ദിയക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എത്രമാത്രം കഷ്ടപ്പെട്ട് അതിനുള്ള ഓരോ കാര്യങ്ങളും തെളിവും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ദിയക്കുണ്ടായ ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ എത്രയും പെട്ടെന്ന് ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജുനൈദ്. കഴിഞ്ഞ ദിവസം ജുനൈദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ ദിയമോളെ അതേപോലെ ഒരു മുഖച്ചായുള്ള ഒരു കുട്ടിയെ കാണിച്ചു കൊടുത്ത് എന്തുകൊണ്ട് ആ ഒരു കുട്ടിയെ പറ്റിയിട്ടുള്ള അന്വേഷണം കാര്യങ്ങളും പോലീസ് നടത്തിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള പല തെളിവടക്കം ജുനൈദ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടായൊരു കാര്യം, പിന്നെ അതുപോലെ ദിയമോളെ കാണാതായതിനു ശേഷം നമ്മൾ സ്വാഭാവികമായിട്ട് അതിനുള്ള അന്വേഷണങ്ങൾ കാര്യങ്ങൾ വരും. പോലീസിൻ്റെ നായ വരെ വന്നിട്ട് മണത്ത് നോക്കിയിട്ട് അന്വേഷണങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തും. ആ ഒരു ടൈമിൽ പോലീസിൻ്റെ ഡോഗ് കയറിപ്പോയത് എന്ന് പറയുന്നത് എടുത്തുള്ള വീടിലാണ്. അവിടെ നിന്ന് 50 കിലോമീറ്റർ അകലെയുള്ളൊരു വീട്ടിലാണ് കയറി ചെന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു നായ ആ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആ ഒരു വീട്ടിൽ എന്താ പറയുക, ആ വീട്ടിൽ ആരാണ് ഉള്ളത് അവരോട് സംസാരിക്കും. ഒരു നായ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ മണം പിടിച്ചിട്ട് ഒരു നായ അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു കാരണമുണ്ടാവും. അല്ലെങ്കിൽ വെറുതെ നായ അങ്ങോട്ട് ഇങ്ങനെ കയറി ചെല്ലില്ലല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല? അതാണ് ജുനൈദ് ചോദിക്കുന്ന ഒരു ചോദ്യം. ആ കുട്ടിൻ്റെ വീട്ടിൽ നിന്ന് മണം പിടിച്ചു. അപ്പോൾ 2 വീടുകളാണ് അവിടെ അടുത്തുള്ളത്. ഒന്ന് വലത്ത് സൈഡിൽ ഇടത്ത് സൈഡിലായിട്ട് 2 വീടുകളാണുള്ളത്. 50 മീറ്റർ കഷ്ടിച്ച് 50 മീറ്റർ അടുത്തുള്ള ഒരു വീട്ടിൽ കയറുന്നത്. ഓക്കെ, അങ്ങനെ ആ വീട്ടിൽ കയറിയിട്ട് മണം പിടിച്ച് കയറി. അങ്ങനെ ഇത് രണ്ടാമതും അന്വേഷണമായിട്ട് ഈ പോലീസ് നായനെ കൊണ്ടുവന്നപ്പോഴും ഈ പോലീസ് നായ വീടൊക്കെ മണത്തിട്ട് നേരെ ആ വീട്ടിൽ സിറ്റൗട്ടിൽ കയറി. എന്നിട്ട് നേരെ റോട്ടിലേക്കാണ് പോയത് നായ. ഓക്കെ, ശരിക്കും മനസ്സിലാക്കണം ഞാൻ പറയുന്നത്. ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തുന്നല്ല. ഇത് പലർക്കും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താന്നുള്ളത്. അപ്പോൾ ഈ നായ, ഈ പോലീസ് അപ്പോൾ ശരിക്കും ചെയ്യേണ്ടതെന്നാ, നിങ്ങളാണ് എന്താ ചെയ്യുക? ആ വീട്ടുകാരെ വിളിച്ചിട്ട് അന്വേഷിക്കും അല്ലേ? ജുനൈദ് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ആളുകളെ നമ്മൾ ചോദ്യം ചെയ്യുക, സംശയിക്കുക എന്ന പേരിലല്ല അല്ലേ. നായ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും അറിവുണ്ടോ എന്ന രീതിയിൽ നമ്മൾ ചോദിക്കും. കാരണം ഒരു നായ കയറി ചെല്ലുമ്പോൾ എന്തായാലും ആ ഒരു പേരിലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണങ്ങളൊക്കെ നടത്തും. എന്നിട്ട് പോലും പോലീസ് ആ ഒരു അന്വേഷണം നടത്തിയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു കുട്ടിയെ കാണാതായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എടുത്ത വീടുകളിലൊക്കെ അന്വേഷിക്കില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യമായാലും എന്ത് നഷ്ടപ്പെട്ടാലും നമ്മൾ സ്വാഭാവികമായിട്ട് അന്വേഷിക്കും. അതുപോലെ ഇത്രയും ഒരു കുഞ്ഞൊരു ജീവൻ നഷ്ടപ്പെട്ടാലും നമ്മൾ സ്വാഭാവികമായിട്ട് എടുത്ത വീട്ടിലൊക്കെ കയറി ചോദിക്കും. അതിൽ നമുക്ക് ആരെയും തെറ്റ് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
അങ്ങനെ ചോദിക്കുമ്പോൾ നല്ല മനസ്സുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു കള്ളത്തരം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, സ്വാഭാവികമായിട്ടും അവരുടെ കൂടെ ചേർന്ന് ആ ഒരു കുട്ടിയെ അന്വേഷിക്കാനാണ് ശ്രമിക്കുക അല്ലേ, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ എടുത്ത വീട്ടിൽ അന്വേഷിക്കാൻ പോയപ്പോൾ അവർ ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് അവർ ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളം ഇട്ട് ഞങ്ങളെന്താ അങ്ങനെ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന ആളുകളാണോ അങ്ങനെയൊക്കെ ഭയങ്കര മോശമായിട്ടാണ് സംസാരിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ജുനൈദ് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ക്യാരക്ടർ ഒന്നാവില്ലല്ലോ, പലവർക്കും പല സ്വഭാവമുള്ള ആളുകളാവും. ഒരാൾ നന്നായിട്ട് ചൂടാവുന്ന ആളാണെങ്കിൽ അപ്പുറത്തെ ഒരാൾ സ്വാഭാവികമായിട്ട് അത്ര ചൂടാവുന്ന ആളുകളാവില്ല. അപ്പോൾ ആരെങ്കിലും ഒരാൾ നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത്. ആ വീട്ടിൽ എത്ര ആളുകളുണ്ട് അവരൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു വീട്ടുകാരുടെ നേരെ നമുക്ക് സംശയം വരും. അയാൾ അങ്ങനത്തെ ഒരു വ്യക്തിയെന്ന് വിചാരിക്കാം. ആ വീട്ടുകാർ ഞങ്ങൾക്ക് ഇവിടെ കുട്ടീനെ എടുത്തു വെക്കുന്ന പണിയൊന്നുമല്ല, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളെന്താ കിഡ്നാപ്പേഴ്സ് ആണോ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. അവർ ഇവന്മാരോട് മിണ്ടലൊന്നുമില്ല, ഈ വീട്ടുകാരോട് ദിയാൻ്റെ ഫാത്തിമൻ്റെ വീട്ടുകാരോട് മിണ്ടലൊന്നുമില്ല. അത് വലിയൊരു സംശയമാണത്. അയാളിപ്പോൾ തെങ്ങുന്നെന്തോ വീണുന്നോ തെങ്ങുന്നോ എന്തോ വീണ് അസുഖമായിട്ട് കിടക്കാന്നാണ് കേട്ടത്. ഞാൻ ഒരിക്കലും അവരെടുത്തുന്നോ കുട്ടീനെ അവരെടുത്തുന്നോ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. വളരെ വ്യക്തമായി കേൾക്കണം. ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയുകയാണ് ഞാൻ. അത് ആ വീട്ടുകാർ. ഈ വീട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അപ്പം ഞാൻ അന്വേഷിച്ചു ഈ വീട്ടിലാരാ. അപ്പം ഈ നായ ചെല്ലുന്ന സമയത്ത് ആ വീട്ടിൽ അവിടുത്തെ ആളുകളില്ല, ആ വീട്ടിലില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒന്നും കൂടി കൗതുകമായി. ഇതിന്റെ കാര്യമാണ് ഇവിടെ ജുനൈദും പറഞ്ഞുള്ളൂ, അത്ര അവർ പറഞ്ഞുള്ളൂ. അല്ലാതെ ആ ഒരു വീട്ടുകാരെ സംശയമുണ്ട് അവരാണത് ചെയ്തിരിക്കുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും തർപ്പിച്ച് പറയുന്നില്ല. അവരുടെ ഒരു പെരുമാറ്റം കണ്ട് അവരിൽ സംശയം തോന്നി എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ അവിടെ 2 വീടുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു വീട്ടിൽ ആ ഒരു ഡോഗ് പോയ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വീട്ടുകാരിലും കൂടി നമ്മുടെ സംശയം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വീട്ടുകാരെ കുറിച്ചിട്ട് ജുനൈദ് അന്വേഷിച്ചു. മറ്റാരും അറിയാതെ ജുനൈദ് അന്വേഷിച്ചപ്പോഴും അവിടെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. ആ ഒരു സ്ത്രീയെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും കുഴപ്പമില്ല അഭിപ്രായം. പിന്നെ ആ ഒരു സ്ത്രീ അനാഥാലയത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള സംശയങ്ങളൊക്കെ ഓരോന്ന് കൂട്ടി ആലോചിക്കുമ്പോൾ പൊതുവെ മനുഷ്യന്മാരല്ല നമ്മൾ എന്തൊക്കെ ചിന്തിക്കും. ഒരു കുട്ടിയെ കണ്ടു കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള സംശയത്തിലൂടെ പോയി എന്നുള്ളൂ. എന്തായാലും ഈ ഒരു കേസ് അന്വേഷിക്കാത്തത് ഏറ്റവും കൂടുതൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പിഴ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം 1-2 മാസം മുന്നേ തെരുവിൽ നാടോടികളായിട്ടുള്ള ഒരു കുട്ടിയെ, 2 വയസ്സായ ഒരു കുട്ടിയെ, നാടോടികളുടെ ദമ്പതികളായ 2 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയെ കാണാതായി. ആ കുട്ടിയെ കാണാതായി മണിക്കൂറുകൾക്കകം തന്നെ ആ ഒരു കുട്ടിയെ കണ്ടുപിടിച്ചു അല്ലേ. അത്രയും ഉത്തരവാദിത്വത്തോടു കൂടി എല്ലാ CCTV ക്യാമറയും എല്ലാതും പരിശോധിച്ചിട്ട് മണിക്കൂറുകൾക്കകം തന്നെ അവർ കുട്ടിയെ കണ്ടുപിടിച്ചു. അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് മാധ്യമ ശ്രദ്ധ ഏറ്റെടുത്തൊരു വീഡിയോ ആയിരുന്നു ആ ഒരു കുട്ടിയുടെ വിഷയം എന്ന് പറയുന്നത്. അത്രയും അത് കണ്ടുപിടിക്കേണ്ട ഒരു പ്രഷർ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അത്രയും പെട്ടെന്ന് റിസ്ക് എടുത്ത് അത് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ദിയമോളുടെ കേസ് അത്രയും പ്രഷർ കിട്ടാത്തതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ ഒരു അന്വേഷണം അത്രയും ഒരു ഉത്തരവാദിത്തമല്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്നത്. അത്രയും ഒരു എന്താ പറയുക സോഷ്യൽ ശ്രദ്ധ കിട്ടാത്തതുകൊണ്ടോ മറ്റു ആളുകളുടെ ഇടപെടലില്ലാത്തത് കൊണ്ടോ ആണോ ഈ ഒരു കുട്ടിയുടെ കേസ് 8 വർഷത്തിലധികമായിട്ട് നീണ്ടുപോയത്? ഇതൊക്കെ നമ്മുടെ മാത്രം സംശയങ്ങളാണ്. ഏതാന്ന് പോലീസിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ കണ്ടുകിട്ടും എന്ന് തന്നെയാണ് തോന്നുന്നത്.